ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് ഞാൻ പോയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മേക്കപ്പ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, സോ അതിനുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു. സോ പക്ഷെ ഇന്ന് ഞാനാണെങ്കിൽ ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്ന ഒരു ഫംഗ്ഷന് പോവാണ്. സോ അതിന്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഒന്ന് മെനക്ക് പോയേക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ആ വീഡിയോ ഒന്ന് എടുക്കാം, സെറ്റ് ആവോ നോക്കാമല്ലോ. അപ്പൊ അത് ഷെയർ ചെയ്യാം. ഇതിൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനും റെഡി ആവാൻ അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇതിൽ ഞാൻ ഇടയ്ക്ക് ട്രെൻഡിങ് ആയ 1-2 പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എനിക്കത് ഉപയോഗിച്ചിട്ടുള്ള കുറെ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിൽ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ ഇനിയും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ആദ്യം തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ മുഖം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്, ഫേസ് വാഷ് ഒക്കെ ഇട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സിറാണ്. ഞാൻ ശരിക്കും ടോണർ ഉപയോഗിക്കാറില്ല. ഞാൻ ടോണർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു റോസിന്റെ, പക്ഷെ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. സോ ഇപ്പൊ ഞാൻ ടോണർ ഉപയോഗം നിർത്തി കേട്ടോ. ടോണർ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഇടയ്ക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമായിരുന്നു, സ്നെയിൽ 96 മിസ്സിൻ പവർ സിറം എന്ന് പറഞ്ഞിട്ട്. സോ ഞാനത് ഈ ഇടയ്ക്ക് പർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇതുണ്ടോ, കുറെ നാൾ, കുറച്ച് നാൾ. ഇപ്പൊ ഇത് സെക്കൻഡ് ബോട്ടിലാണ്. സെക്കൻഡ് ബോട്ടിൽ ഇത് ഇത്രയായി, കാണാമല്ലോ അല്ലേ, ഇത്രയായി. ഇത് ഉപയോഗിച്ചിട്ട് ഇത് ശരിക്കും നമ്മള് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാൽ പോലും ഇത് ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ റിവ്യൂ കണ്ടപ്പം ഞാൻ അങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം, കാരണം കുറേ പേര് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനത് ഉപയോഗിച്ച് നോക്കി. എനിക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ഈ ചെറിയ കുത്തുപോലെ, അതിനെ പറയുന്നതൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി തുടങ്ങി കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു, ഒന്നുമല്ല, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഞാൻ ഈ ആവി പിടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സമയം ഉപയോഗിക്കാറില്ല. ആ സമയത്ത് പിന്നെ എൻ്റെ മുഖത്ത് കുരു വന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൂടെ ആയിട്ടുള്ളൂ. സോ അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. സോ നെവർ മൈൻഡ്, അതൊക്കെ വിട്ടേരെ. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രൊമോഷനോ കാര്യമൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റ്. സോ വാങ്ങിക്കാൻ പറ്റുന്നുള്ളവരൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ, വാങ്ങിക്കാൻ പറ്റുന്നത് വാങ്ങിച്ചു നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് എടുക്കുന്നുണ്ട്. നല്ല ഒരു ഹൈഡ്രേഷൻ ഒക്കെ തരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നല്ല സ്മൂത്ത് ആയിരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ ഡ്രൈ ആവത്തില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് അടിപൊളി സാധനമാണ്. പിന്നെ എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ മുഖത്ത് ഉപയോഗിക്കാവുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും അറിയാലോ, നമുക്ക് സെറ്റ് ആവത്തില്ല. സോ അതുകൊണ്ട് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, മുഖത്ത് എന്തൊക്കെ അപ്ലൈ ചെയ്താലും അത് നമ്മുടെ നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുഖത്ത് ചില പ്രൊഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മാറ്റം മുഖത്തുണ്ടാവും. പക്ഷെ നെക്കൊക്കെ നമ്മുടെ പഴയപടി തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ അടിച്ച് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ മുഖത്ത് ചെയ്യുമ്പോൾ നമ്മളത് എന്ത് ചെയ്താലും, ഫേസ് പാക്ക് ഒക്കെ ഇടുന്നവരാണെങ്കിൽ പോലും അത് കഴുത്തേലും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വലിയ ഡിഫറൻസ് വരത്തില്ല മുഖത്തും കഴുത്തുമായിട്ട് കേട്ടോ. സോ അതാണ് ഞാനിപ്പം സീറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഞാൻ തൊടുന്നില്ല. ഇനി ഞാൻ എന്നാന്നറിയാമോ, ഫസ്റ്റ് ഇടുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ലിപ് ബാം. അത് പക്ഷേ ഇടാൻ മറന്നുപോയി, ഇടുവാണ്. ഇത് എംകഫിൻ്റെ ആട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പുതിയതാണ്, കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആദ്യം ലിപ് ബാം ഇട്ടോട്ടെ. യൂഷ്വലി ഞാൻ ഫസ്റ്റ് ഇടുന്ന ഇതായിരുന്നു, പക്ഷെ ഈ ഫാഷൻ ഇടാൻ മറന്നുപോയി, റിയലി സോറി. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ കോഫീന്റെ ഒരു സ്ക്രബും കൂടെ കിട്ടും. ആക്ച്വലി എന്റെ ലിപ്സ് ഈ നേരത്തെ ഞാൻ അങ്ങനെ കൂടുതൽ കെയർ ഒന്നും ചെയ്തു, ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഈ ഫേസ് കെയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഞാൻ അങ്ങനെ ലിപ് ബാം ഇടുവോ അല്ലെങ്കിൽ ഇടയ്ക്ക് ലിപ് സ്ക്രബ് ചെയ്യോ അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ എന്നാ പറ്റിയെന്ന് വെച്ചാല് ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്റെ ചുണ്ടൊക്കെ കറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാന് അത് ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി ഇതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, ഒരു കുട്ടി, അവളിങ്ങനെ ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതും ഇതിൻ്റെ അടുത്തുള്ള ലിപ്പിന്റെ സ്ക്രബ് ഉണ്ട്, കഫീന്റെ തന്നെ. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ
ചുണ്ടിന് ചെറിയൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാറ്റം ഒന്നും പ്രതീക്ഷിക്കില്ല, എന്നാലും നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നല്ല കറുപ്പത്തായിരുന്നു ചുണ്ട്, ഇപ്പൊ ആ കറുപ്പൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇനി അടുത്തത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. മോയ്സ്ചറൈസർ ഇത് ഞാന് പിൽഗ്രിമിന്റെ, ഇതും ഞാന് നമ്മുടെ പർപ്പിളിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പിൽഗ്രിമിന്റെ ഗ്ലോ മോയ്സ്ചറൈസർ, ഇതാണ് സാധനം. കാണാമല്ലോ അല്ലേ? ചിലപ്പോ ഉൾട്ട മീൻസ് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ ക്യാമറ അറിയാമല്ലോ, ഇത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. എനിക്ക് മോയ്സ്ചറൈസർ കുറച്ച് ഏറെ ഇടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. ശരിക്കും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്താൽ ഈ കയ്യിൽ, ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മൊത്തം കയ്യിൽ കുറേ നേരിട്ട് റബ്ബ് ചെയ്തിട്ടായിരിക്കും മുഖത്ത് വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ശരിക്കും നമ്മള് മുഖത്ത് വെക്കാൻ അതല്ലേ, നമ്മൾ കയ്യിലിട്ട് ഉറച്ച് തന്നെ പകുതി മുക്കാലും അവിടെ തീരും. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങള് മുഖത്ത് തന്നെ അത് തേച്ചിട്ട് കൈ വെച്ച് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് സെറ്റ് ആക്കാം മുഖത്ത്. ഇതിലൊക്കെ ഇട്ട് കൊടുത്തേക്കാം, ഇച്ചിരി വൃത്തിയായിട്ടിരിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാല്, നമ്മള് എന്ത് അപ്ലൈ ചെയ്താൽ നമ്മൾ ഈ കണ്ണിന്റെ ചുറ്റും ഉള്ള ഏരിയ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ. സോ അവിടെ അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കുക. പിന്നെ ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഒന്ന് വെച്ചേക്കുക നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടോ. അപ്പൊ അത് മോയ്സ്ചറൈസർ തേച്ച് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഈ ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം ആണ്. ഇത് ഞാൻ ഒത്തിരി പേര് ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാട്ടോ. ഒത്തിരി പേര് റിവ്യൂ ചെയ്തേക്കുന്നത് വേണ്ടിട്ട്. എനിക്ക് പേഴ്സണലി ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിന് 2 ഉണ്ട്, എന്ത് സിൽവർ സംഭവം, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്, റോസ് ഗോൾഡ്. എനിക്കിതാ ഇഷ്ടപ്പെട്ട. സോ ഞാനത് ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞാനത് ഒരു ട്യൂബ് വാങ്ങിച്ചായിരുന്നു. അത് ഇച്ചിരി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടോ. ഞാൻ മൊത്തത്തിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല മുഖത്ത്. ജസ്റ്റ് നമ്മുടെ ചീക്സ്, പിന്നെ നമ്മുടെ നോസ് ടിപ്പ്, സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. എന്റെ വീഡിയോ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കോപ്രായൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് പറയാവുന്നവർ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് മേക്കപ്പ് അറിയില്ല. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. അത് നിങ്ങൾക്കറിയാം, ചെറിയൊരു ഗ്ലോ പോലെ വന്നിട്ടില്ലേ? നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോ. ആ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ നമ്മുടെ മുഖത്ത് കിട്ടും കേട്ടോ. ഇത് പിന്നെ നിങ്ങള് ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇടുക. പിന്നെ അത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസിന് നല്ലൊരു ഇത് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ പിന്നെ അത്ര വലിയൊരു ഫംഗ്ഷൻ ഒന്നും അല്ല പോകുന്നത്. സോ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, ഇത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ അടുത്തത് ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്റെ ഐബ്രോസ് എന്താ പറയാ നിങ്ങൾക്ക്, ഇവിടെയൊക്കെ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ കുറച്ച് തിക്കാണ്. സോ ഞാൻ എന്താ വെച്ചാൽ ഇത് ടെക്നിക് ബ്രോ ടാമർ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങിച്ചതാട്ടോ. എനിക്ക് വലിയ കമ്പനിയാണോന്നും അറിയില്ല. സോ ഞാൻ ഇതിന്റെ ഒരു പാലറ്റാണ് ഉപയോഗിക്കുന്നത്. കിട്ടി. ഇതിന്റെ തന്നെ ഇതിനകത്ത് 2 ഷെയ്ഡാട്ടോ ഉള്ളത്. ഇതിൽ ഞാൻ ഇത് ഈ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഷെയ്ഡ് എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. മറ്റേതിനേക്കാൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണ് കിട്ട കരുകരുക്കുന്നൊരു ബ്രഷും. എനിക്ക് ഒരുപാട് ഈ പിള്ളേച്ചൻ സെറ്റപ്പ് പിരികം താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലായിട്ടിരുന്നാൽ മതി. ഒരുപാട് കറപ്പിച്ച് വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആണ് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരിത്തിരി കാതിലിട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി പഴകിയ ഇതാണ്. അതിൻ്റെ നമ്മുടെ ലേബലൊക്കെ മാഞ്ഞു പോയി, നിങ്ങൾക്ക് കാണാമായിരിക്കും. പക്ഷെ ഇത് റിമ്മൽ ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങി തന്നെയാണ്. വലിയ പൈസയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ണ് അടിവശം മാത്രമേ ഇട്ട് കൊടുക്കാന്നുള്ള. എനിക്ക് മണ്ടവശം എഴുതിയിട്ട് പോകുന്ന ഇത് വലിയ താല്പര്യമുള്ള കേസല്ല. ജസ്റ്റ് ഞാൻ പിന്നെ സ്പെക്സ് വെക്കുന്നുണ്ട്. സോ കണ്ണിലൊന്നും കാണിച്ചിട്ട് വലിയ കാര്യമില്ല. ആ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര എന്റെ കണ്ണിന് കാണിക്കാറുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ കണ്ണാടി വെക്കും ഓൾറെഡി, ഞാൻ പറഞ്ഞല്ലോ.
അപ്പോ ഒരുപാട് ഐ മേക്കപ്പ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആരും കാണാൻ പോകുന്നില്ലല്ലോ. ഇത് ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇത്രയും ചെയ്യാറുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ലിപ്പ്. എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ഒത്തിരി കട്ടൊക്കെ ഇടല്ല, ഇങ്ങനെ ഇറിച്ച് നിൽക്കരുത്. നമ്മളെ മടത്തുള്ള കിളുക്കത്തില് നമ്മളെ കൊച്ചിങ്ങനെ ചേട്ടന്റെ ചുണ്ട് കുതിര കടിച്ച് പറിച്ചിട്ടിരിക്കുന്ന പോലെ ആ ഒരു എഫക്ട് എനിക്ക് വലിയ താല്പര്യമില്ല. വളരെ ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അന്ന് ലിപ്സ്റ്റിക് ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ ഒരു സെറ്റപ്പ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടത്ര നമ്മുടെ മുഖത്തിനൊരു പ്രത്യേക എടുപ്പ്, ഒരു ഷൈനിങ് വരും. സോ ഞാനിത് പുതിയൊരു ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. മേരി ജോക്ക് മാറ്റ് ലിപ് പെൻസിൽ. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരിതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്റെ ചൂടൊക്കെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഈ ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞാല് അയ്യോ ഇന്നത്തെ പിള്ളേച്ചിനെ പോലെ ആയിരുന്നു. ആക്ച്വലി ഈ ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. അതാണ് അത്യാവശ്യം നല്ല കളറുണ്ട്. കുറച്ച് ഏറെ ആയിപ്പോയത് ഞാൻ തോണ്ടിക്കളഞ്ഞേക്കാം. അത്യാവശ്യം ഒരു കളർ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒത്തിരി ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, എന്റെ സന്തോഷത്തിന്. ഇതും നാട്ടിൽ നിന്ന് വാങ്ങിയാണ്, മേരി ജോക്കിന്റെ തന്നെ. അല്ല, മേരി ജോക്ക് അല്ല കേട്ടോ, മേരി ജോക്ക് എന്ന് കണ്ട എന്റെ പേര് പറഞ്ഞ എനിക്കറിയില്ല. ഗൈസിനെ കാണിച്ചു തരാം. മേരി കാണാവോ? മേരി ജോക്കെ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇരിച്ചരാം. എവിടെയൊക്കെ ഇച്ചിരി എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. തുടച്ചു കളയട്ടെ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കൂടി പോയപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? ടിഷ്യൂ എടുത്തിട്ട് കടിച്ചു പിടിക്കുക. പിന്നെ ഞാനിപ്പോ ഒരു മേക്കപ്പ് റിമൂവിങ് കോട്ടൺ ആക്കാം, അതെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കടിച്ചു പിടിക്കുക. കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഞാൻ തിന്നു തന്നെ തീർക്കും. കാരണം എനിക്ക് ഈ ലിപ്പ് ഇങ്ങനെ ലിക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതും തീരും. ഇച്ചിരി കൂടുതൽ നടന്നോട്ടെ. എന്നാലും എനിക്ക് ഒത്തിരി ഇതിലുണ്ട് ശരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കും ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ഇതാണ് ഗെറ്റ് റെഡി വിത്ത് മീ. മുഖത്തെ പാടുകളൊക്കെ എങ്ങനെയാണുള്ളത്. ശരിക്കും ഈ പിമ്പിൾസിൽ അല്ലെങ്കിൽ പിമ്പിൾസ് വന്ന മാർക്കിലൊന്നും ഞാൻ അധികം പണിയാറില്ല. കാരണം എനിക്ക് അത് പണിയാൻ വലിയ താല്പര്യമില്ല, അത് വേസ്റ്റ് ആവും. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നൈറ്റ് ആണ് ഫംഗ്ഷൻ. സോ സൺസ്ക്രീനിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തത്. ഈ മേക്കപ്പ് പറയാവുന്ന ആൾക്കാർ വിചാരിക്കും എല്ലാം ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അതിന് കാരണം ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം ആണ് എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത്, കറുത്ത പൊട്ട്. ഞാൻ എന്തായാലും കറുത്ത പൊട്ട് വെക്കും എവിടെ പോയാലും. കറുത്ത പൊട്ടും കയ്യിലല്ല, മുഖത്താണ് വെക്കേണ്ടത്. അത് വെച്ചാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ, ഒന്ന് സെറ്റായത് എനിക്കെന്ന് തോന്നത്തുള്ളൂ. ഇനി ലാസ്റ്റ് പരിപാടിയാണ് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യണം. സോ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇത് ഇത്ര എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റൂ. ബാക്കി ഞാൻ ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഫുള്ള് കോസ്റ്റ്യൂം ഞാൻ പുറത്ത് കാണിക്കാം. ഞാൻ തയ്പ്പിച്ചതാണ് തുണിയെടുത്ത്, വലിയ നല്ലതൊരു തുണിയാണ്. അപ്പം നമുക്കിനി മുടി ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ തലമുടി സൈഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. മീൻസ് സെറ്റല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ എനിക്ക് ഇച്ചിരി ഇപ്പോഴത്തെ മമിത ബജി സ്റ്റൈലിൽ ഇച്ചിരി മുടി ഉണ്ടായിരുന്നു. ആ മുടി ഞാനൊന്ന് ഒതുക്കി വെച്ചതാണ്. എനിക്ക് പിന്നെ മുടിയിൽ പ്രത്യേകിച്ച് പണിയാനൊന്നുമില്ല, ഒത്തിരി നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂഷ്വലി മുടി അങ്ങ് ലൂസായിട്ട് ഇടുക ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ച് മുടിയുടെ എണ്ണയൊക്കെ ഉണ്ട്, കാരണം ജലദോഷമൊക്കെ പ്രമാണിച്ച് ഞാൻ മുടി അങ്ങനെ വലിയ കഴുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മുടി നല്ലപോലെ കൊഴിയുന്നുണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും ഒരു പണി കൂടെ ഞാൻ കണ്ടുപിടിക്കണം. ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഷാമ്പു. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഉപയോഗിച്ചിട്ട്
അതിന്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് മുടി തലയിൽ മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ അതിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി പെറുക്കിയെടുക്കുന്നൊക്കെ എൻ്റെ പൊഴിഞ്ഞു പോയ മുടികളാണ്, ആരൊന്നും വിചാരിക്കരുത്. സോ ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ വാച്ച് കെട്ടണം. ഞാൻ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് പപ്പ പൈസ തന്നിട്ട് ഞാൻ വാങ്ങിച്ചൊരു വാച്ചാട്ടത്. അതിന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വേറെ വാച്ചുണ്ട് എനിക്ക്, പക്ഷെ ഇത് എനിക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും അത്ര നാൾ ഉപയോഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സാധനം കേട്ടോ. അത് വാച്ച് കെട്ടി. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി ഷൂസൊക്കെ ഇട്ടിട്ട് ഞാൻ ഫുള്ള് ലുക്ക് ഞാൻ ഫോട്ടോ ഇട്ടിടാം കേട്ടോ, ഞാൻ പോകുന്നത് എങ്ങനെയാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല. ഗെറ്റ് റെഡി, ദാറ്റ്സ് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നുകൂടെ പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നഷ്ടമൊന്നും ഇല്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഇനി വരുന്ന വീഡിയോസും കൂടെ മുടങ്ങാതെ കാണുക. സോ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. കാരണം കമൻസ് കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ എന്താ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫീഡ്ബാക്ക് അറിയാൻ എനിക്കിഷ്ടമാണ്. സോ നിങ്ങളത് ഇടുവാണെങ്കിൽ വരും വീഡിയോസ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലാക്കി കാണാം. അതുവരേക്കും ബൈ.